Hi friends, last class we had just finished our scene 3. So this class we are going to finish our unit. First we are going to take scene 4 from page number 1 to 5. The next morning entered the shoemaker and his wife. They are surprised to see 6 pairs of shoes on the table. Shoemaker: "Oh my, 6 pairs of shoes." Shoemaker's wife: "Again? Wow, they are pretty too. Who is weighing all these shoes?" Shoemaker: "I don't know what's going on." Customers enters the shop as soon as the shoemaker opened the door. Customer 1, a woman: "Oh, these are lovely shoes, dear. I would like to buy them." Customer 3, it's a man: "Yes, they are. And look at these." Customer 2, they look great. Customer 3, a man, looking at the shoemaker: "We'll take both these pairs." Shoemaker: "Of course, thanks very much, sir." Exits customers, shoemaker and his wife. The narrator enters. Narrator: "The shoemaker sold the shoes straight away. Days passed. Each day the shoemaker brought more leather, and the next morning he found new shoes. Soon the shoemaker became rich." The narrator exits. The shoemaker and his wife enters. Now they are dressed in fine, costly clothes. Shoemaker's wife: "We must find out who is helping us." Shoemaker: "You are right. Let's stay up all night and find out who does it all." Shoemaker's wife: "We must give him a gift." Shoemaker: "Let's give him a good feast." Shoemaker's wife: "Definitely." Now let's go to the meaning, okay? The next morning, അല്ലേ എന്നുവെച്ചാൽ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം രാവിലെ എൻ്റർ ദ ഷൂമേക്കർ ആൻഡ് ഹിസ് വൈഫ്. ഷൂമേക്കറും ഭാര്യ എന്ത് ചെയ്യും? എന്നിട്ട് കടന്നു വരും. ദേ ആർ സർപ്രൈസ്ഡ് ടു സീ 6 pairs ഓഫ് ഷൂസ് ഓൺ ദ ടേബിൾ. അല്ലേ, അവർ സർപ്രൈസ്ഡ്, അവർ കണ്ടിട്ട് ആ അത്ഭുതപ്പെട്ട് നെട്ടിയിരിക്കുക, സർപ്രൈസ് ആയിട്ടുണ്ട് അല്ലേ. ടു സീ 6 pairs ഓഫ് ഷൂസ് ഓൺ ദ ടേബിൾ. അല്ലേ, 6 pairs ഓഫ് ഷൂസ് ടേബിളിൽ കണ്ടപ്പോൾ അവർ ആ സർപ്രൈസ്ഡായി. "Oh my, 6 pairs of shoes." എന്താ ഇത്? 6 pairs of shoes ഓ? Wow, they are pretty too. അല്ലേ, wow, they are pretty too. നല്ല ഭംഗിയുണ്ട് കാണാൻ. Who's weighing all these shoes? ആരാണ് ഇതൊക്കെ തുന്നുന്നത്? "I don't know what's going on." അല്ലേ, ഷൂമേക്കർ പറയണേ എനിക്കൊന്നും അറിയില്ല, എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കൊന്നും അറിയില്ല എന്ന് പറയാം. Customers enter the shops as soon as the shoemaker opens the door. പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞ സമയത്ത് തന്നെ ആസ് സൂൺ ആസ് ദ ഷൂമേക്കേഴ്സ് ഓപ്പൺസ്, എന്താണ്, വുമൺ ആണ് അല്ലേ, ഒരു സ്ത്രീയാണ്. "These are lovely shoes, dear. I would like to buy them." അല്ലേ, അത് ഭയങ്കര ലവ്ലി ആയിട്ടുള്ള, ഭയങ്കര ആകർഷണമുള്ള, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഷൂസാണ്. "I would like to buy them." അല്ലേ, ഞാനത് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. "Yes, they are. And look at this." അത് ശരിയാണല്ലോ, ഇത് നോക്ക്. "They look great." ഇതും നല്ല നല്ല ഉഷാറായിട്ടുണ്ട് എന്നർത്ഥത്തിൽ "They look great" എന്ന് പറഞ്ഞു. Now customer 3, a man, അതൊരു മാനാണ് അല്ലേ. Looking at the shoemaker: "We will take both these pairs." അല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യും? "We will take." ഞങ്ങൾ ഈ both these pairs, ഈ 2 പെയറും ഞങ്ങൾ എടുക്കാൻ പോവാണ്. ഒരു ലേഡിയുടെ പെയറും ഉണ്ട്, പിന്നെ ഒരു മാൻ്റെ പെയറും ഉണ്ട് അല്ലേ. "Of course, thank you very much, sir." തീർച്ചയായിട്ടും അല്ലേ, താങ്ക്സ് സാർ എന്നൊക്കെ പറഞ്ഞു. എക്സിറ്റ് കസ്റ്റമേഴ്സ്, ഷൂമേക്കർ ആൻഡ് ഹിസ് വൈഫ്. കസ്റ്റമർ എന്ത് ചെയ്തു? അങ്ങനെ പുറത്തേക്ക് പോയി. ഇനി ഷൂമേക്കറും ആൻഡ് ഹിസ് വൈഫും. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും? നമ്മളെ നേരേറ്റർ എൻറ്റേഴ്സ്. നേരേറ്റർ സ്റ്റേജിലോട്ട് വരും. എന്നിട്ട് നേരേറ്റർ പറയും "ദ ഷൂമേക്കർ സോൾഡ് ദ ഷൂസ് സ്ട്രെയിറ്റ് അവേ." അല്ലേ, പെട്ടെന്ന് തന്നെ, സ്ട്രെയിറ്റ് അവേ പറഞ്ഞാൽ നേരെ പെട്ടെന്ന് തന്നെ എന്നൊക്കെ അർത്ഥത്തിൽ വരും. ഷൂമേക്കർ എന്ത് ചെയ്യും? എല്ലാ ഷൂസും സോൾഡ്, വിറ്റു അല്ലേ. ഡേയ്സ് പാസ്, ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഈച്ച് ഡേ ദ ഷൂമേക്കർ ബ്രോട്ട് മോർ ലെതർ.
എല്ലാ ദിവസവും ഷൂ മേക്കർ എന്ത് ചെയ്യും, കൂടുതൽ ലെതർ കൊണ്ടുവന്ന് വെക്കും. ആൻഡ് ദ നെക്സ്റ്റ് മോർണിംഗ് ഹി ഫൗണ്ട് ന്യൂ ഷൂസ്. അടുത്ത ദിവസം എന്താവും, സംഭവിച്ചിട്ടുള്ള പോലെ എല്ലാം ന്യൂ ഷൂസ് ആവും. ദ ഷൂ മേക്കർ ബിക്കം റിച്ച് അല്ലേ. സൂൺ ദ ഷൂ മേക്കർ ബിക്കം, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ഷൂ മേക്കർ എന്ത് ചെയ്തു, ബിക്കം റിച്ച്, പഴയ പോലെ അല്ല, പൈസക്കാരനായി. ദ നാരേറ്റർ എക്സിറ്റ്. ദ ഷൂ മേക്കർ ആൻഡ് ഹിസ് വൈഫ് എൻറ്റേഴ്സ്. നാരേറ്റർ അത് പറഞ്ഞ് പുറത്തു പോകും, ഷൂ മേക്കറും വൈഫും എൻ്റർ ചെയ്യും. നൗ ദേ ആർ ഡ്രസ്ഡ് ഇൻ ഫൈൻ കോസ്റ്റ്ലി ക്ലോത്ത്. ഇപ്പം അവരെന്ത് ചെയ്തു, ഡ്രസ്ഡ് ഇൻ ഫൈൻ എന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലി ക്ലോത്ത്സ്. കോസ്റ്റ്ലി പറഞ്ഞാൽ നല്ല വിലപിടിപ്പുള്ള ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നത്, പഴയ പോലല്ല. ഷൂ മേക്കേഴ്സ് വൈഫ്, വി മസ്റ്റ് ഫൈൻഡ് ഔട്ട് ഹൂസ് ഹെൽപ്പിംഗ് us അല്ലേ. വി മസ്റ്റ് ഫൈൻഡ് ഔട്ട്, നമ്മൾ എന്തായാലും കണ്ടെത്തണം. ഹൂ ഈസ് ഹെൽപ്പിംഗ് us, നമ്മൾ ആരാണ് ഇങ്ങനെ സഹായിക്കുന്നത് നമ്മൾ എന്തായാലും കണ്ടെത്തണം. യു ആർ റൈറ്റ്, ലെറ്റ്സ് സ്റ്റേ അപ്പ് ഓൺ നൈറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൂസ് ഡസ് ഇറ്റ്. പറഞ്ഞത് ശരിയാണ്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഹൂ ഡസ് ഇറ്റ് ഓൾ. സ്റ്റേ അപ്പ് ഓൺ നൈറ്റ് അല്ലേ. ഇവിടെ ഒരു നൈറ്റ് എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ ഇങ്ങനെ വിളിച്ച് നിൽക്കുക, എന്നിട്ട് ഫൈൻഡ് ഔട്ട് ഹൂ ഡസ് ഇറ്റ് ഓൾ, എന്നിട്ട് ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് കണ്ടെത്താമെന്ന് പറഞ്ഞു. ഷൂ മേക്കേഴ്സ് വൈഫ്, വി മസ്റ്റ് ഗിവ് ഹിം എ ഗിഫ്റ്റ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തായാലും അയാൾക്ക് എന്ത് ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ലെറ്റ്സ് ഗിവ് ഹിം എ ഗുഡ് ഫീസ്റ്റ് അല്ലേ. അപ്പോൾ ഷൂ മേക്കർ പറയും ലെറ്റ്സ് ഗിവ് ഹിം എ ഗുഡ് ഫീസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു നല്ലൊരു എന്ത് ചെയ്യുക, ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ട്രീറ്റ്, നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, സൽക്കരിക്കുക എന്നൊക്കെ അർത്ഥം. ലെറ്റ്സ് ഗിവ് ഹിം എ ഫുഡ് ഫീസ്റ്റ് എന്നാൽ നമുക്ക് നല്ലൊരു അത്താഴം ആർക്ക് കൊടുക്കാം. ഷൂ മേക്കേഴ്സ് വൈഫ്, ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും. ഓക്കെ, now let's take scene number 5. The shoemaker's wife lays the table with food and drink. Then she and the shoemaker hide in the cupboard. The light dim out. The narrator enters. Narrator, they stayed awake. 1 hour went by and a few more. The clock struck 2, then 3, then 4. Suddenly they came, the 2 little elves. 2 elves enter. They sit on the table and start working. The shoemaker and his wife peep from the cupboard. The shoemaker's wife lays the table with food and drink. നേരത്തെ പറഞ്ഞതുപോലെ ഷൂമേക്കറിന്റെ വൈഫ് എന്ത് ചെയ്തു, lays the table with food and drink. ഫുഡും വെള്ളവും ഭക്ഷണമൊക്കെ അവിടെ വെച്ചു. Then the shoemaker hide on the cupboard അല്ലേ. Then she and shoemaker, അവരും ഷൂമേക്കർ എന്ത് ചെയ്തു, hide on the cupboard. ഹൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒളിച്ചു നിന്നു, കബോർഡിന്റെ ഉള്ളിൽ ഒളിച്ചു നിന്നു. The light dim out. The narrator enters. ലൈറ്റ് എന്ത് ചെയ്യും, ഡിം ഔട്ട് ആയി. അപ്പൊ നാരേറ്ററെ വന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു, they stayed awake. 1 hour went by and few more. Then clock struck 2, then 3, then 4. Suddenly they came the 2 elves, little elves. They stayed awake. അവരെന്ത് ചെയ്തു, ഉറങ്ങാതെ ഉണർന്നു നിന്നു. 1 hour went by and few more അല്ലേ. 1 hour കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു, പിന്നെ കുറച്ചധികം മണിക്കൂർ, പിന്നെ അതുപോലെ ഓരോ മണിക്കൂർ കഴിഞ്ഞു. ദ ക്ലോക്ക് struck 2. ക്ലോക്ക് എന്ത് ചെയ്തു, ടിങ് ടിങ് എന്ന് പറഞ്ഞിട്ട് 2 ബെല്ലടിച്ചു. എപ്പോഴാണ് ബെല്ലടിക്കുക, അങ്ങനെ അല്ലേ, ഓരോ ഹവറിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെ ബെല്ലടിക്കുന്ന ക്ലോക്സ് ബെല്ലടിക്കും അല്ലേ. എത്ര അവർ ആയെങ്കിൽ അത്രയും ബെല്ലുകൾ ഉണ്ടാവും. ദ ക്ലോക്ക് struck 2 ആയി, then 3 ആയി, then 4 ആയി. Suddenly they came, the 2 little elves. അവസാനം എന്ത് ചെയ്തു, അവർ വന്നു, 2 little elves അല്ലെ. ആ ചെറിയ 2 elves വന്നു, കുട്ടിച്ചാത്തന്മാർ വന്നു. The elves enter. They sit on the table and start walking. അവര് വന്നു, they sit on the table and start walking. എന്നിട്ട് എന്ത് ചെയ്തു, അവര് വർക്ക് ചെയ്ത് തുടങ്ങി. The shoemaker and his wife peep from cupboard അല്ലെ. അവരെന്ത് ചെയ്തു, ഷൂമേക്കറും വൈഫും peeped from the cupboard. കബോർഡിൽ നിന്ന് എന്ത് ചെയ്തു, അവരിങ്ങനെ ഒളിഞ്ഞു നോക്കി, ആരാണ് എന്താണെന്നൊക്കെ ഇങ്ങനെ നോക്കുക. Elves sings. This is how we make a shoe. Snip, 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 sew. This is how we make a shoe. Snip, 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 sew. The shoemaker and his wife come out the hiding place and greet the elves. Shoemaker, we don't know how to thank you. The shoemaker, shoes you made are just the best. Shoemaker's wife, how do you work so quickly and make such beautiful shoes? Elf 1, we just work. Helping others is our pleasure. Elf 2, but we cannot be any more now.
There are other like you who are in need. We are going to them from tomorrow onwards. Yes, this is our final visit and this is our final shoe. Won't you come from tomorrow onwards? Shoemaker's wife. But why? We helped you when you were in need. Now you can work hard and live happily. The shoemaker moved to the side of the room with his wife. Shoemaker angrily. What did they say? I will not let them go. Shoemaker's wife. But they will be leaving today. Shoemaker pointing at the elves at the wall. Look, they are making beautiful shoes. I can't make such perfect shoes. I have only one way left. Shoemaker's wife, surprised. What is that? I will never let them go. I will make them my slaves. Go and close all the doors and windows. Elves sings, അല്ലേ? എൽസ് നമ്മൾ പണ്ട് പഠിച്ച പോലെ എൽസ് സിങ് ചെയ്യും അല്ലേ? ദിസ് ഈസ് ഹൗ വി മേക്ക് ഷൂസ്. ഞങ്ങൾ എങ്ങനെയാണ് ഷൂ ഉണ്ടാക്കുക? സ്നിപ്പ് 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 ഷൂ അല്ലേ? സ്നിപ്പ് ചെയ്യുക, തുന്നുക, എന്നിട്ട് ഉള്ളിലേക്ക് വെക്കുക, എന്നിട്ട് പുറത്തേക്ക് വെക്കുക. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലേ ആ സോങ്. ദ ഷൂമേക്കർ ആൻഡ് ഹിസ് വൈഫ് കം ഔട്ട് ഓഫ് ദ ഹൈഡിംഗ് പ്ലേസ്. ഷൂമേക്കറും വൈഫും എന്ത് ചെയ്തു? ഹൈഡിംഗ് പ്ലേസിൽ നിന്ന് പുറത്തു വന്നു. ആൻഡ് ഗ്രീഡ് ദ എൽസ്. എന്നിട്ട് എന്ത് ചെയ്തു? എൽസിനെ ഗ്രീഡ് ചെയ്തു. വി ഡോണ്ട് നോ ഹൗ ടു താങ്ക് യു. ഞങ്ങൾക്കറിയില്ല എങ്ങനെ നിങ്ങളോട് താങ്ക്സ് പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. ദ ഷൂസ് യു മെയ്ഡ് ജസ്റ്റ് ദ ബെസ്റ്റ്. നിങ്ങളുണ്ടാക്കിയ ഷൂസ് ബെസ്റ്റ് ആയിരുന്നു അല്ലേ? ഏറ്റവും നല്ലതായിരുന്നു. ഹൗ ഡു യു വർക്ക് സോ ക്വിക്ക്ലി ആൻഡ് മേക്ക് സച്ച് ബ്യൂട്ടിഫുൾ ഷൂസ്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വർക്ക് ചെയ്തിട്ട് ഇത്ര മനോഹരമായ ഷൂസ് ഉണ്ടാക്കാൻ പറ്റുന്നത്? വി ജസ്റ്റ് വർക്ക്. ഹെൽപ്പിംഗ് അതേഴ്സ് ഇസ് അവർ പ്ലഷർ. വി ജസ്റ്റ് വർക്ക് അല്ലേ? ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ജസ്റ്റ് വർക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഹെൽപ്പിംഗ് അതേഴ്സ് ഈസ് അവർ പ്ലഷർ. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഞങ്ങളുടെ പ്ലഷറാണ് അല്ലേ? ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ബട്ട് വി കാൺ ഡു ഇറ്റ് എനി മോർ നൗ. പക്ഷെ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റില്ല? വി കാൺ ഡു ഇറ്റ് എനി മോർ. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഇറ്റ് എനി മോർ. ഇനി ഞങ്ങൾക്ക് അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. ദർ ആർ അതർ ലൈക്ക് യു ആർ ഇൻ നീഡ്. ദർ ആർ അവിടെ ഉണ്ട്, അതേഴ്സ് മറ്റുള്ളവർ അവിടെ ഉണ്ട്, ലൈക്ക് യു ഹു യു ആർ ഇൻ നീഡ് അല്ലേ? നിങ്ങളെപ്പോലെ ആയിരുന്ന മറ്റാളുകൾ അവിടെ ഉണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകേണ്ടതുണ്ട്. വി ആർ ഗോയിങ് ടു ദം ഫ്രം ടുമാറോ ഓൺവേർഡ്സ്. ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോവാണ്. ഫ്രം ടുമാറോ ഓൺവേർഡ്സ്, നാളെ മുതൽ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോവാണ്. യെസ്, ദിസ് വിൽ ബി അവർ ഫൈനൽ വിസിറ്റ് ആൻഡ് ദിസ് ഈസ് അവർ ഫൈനൽ ഷൂ. ഇത് ഞങ്ങളെ ഫൈനൽ വിസിറ്റ് ആണ്. ദിസ് വിൽ ബി അവർ ഫൈനൽ ഷൂ അല്ലേ? ഇത് ഞങ്ങളെ അവസാനത്തെ ഷൂ ആണ്. ഓക്കെ, അവസാനത്തെ വിസിറ്റ് ആണ്. ഈ തുന്നിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ അവസാനത്തെ ഷൂ ആണ്. വോണ്ട് യു കം ഫ്രം ടുമാറോ ഓൺവേർഡ്സ് അല്ലേ? നിങ്ങൾ നാളെ മുതൽ വരില്ല എന്ന് ഉറപ്പാണോ? ഷൂമേക്കേഴ്സ് വൈഫ്. ബട്ട് വൈ? എന്തുകൊണ്ട് വരില്ല? അപ്പോൾ എൽഫ് പറയുന്നതാണ്, വി ഹെൽപ്പ് യു വെൻ യു ആർ ഇൻ നീഡ് അല്ലേ? ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു. വെൻ യു ആർ ഇൻ നീഡ്, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു. നൗ യു ക്യാൻ വർക്ക് ഹാർഡ് ആൻഡ് ലിവ് ഹാപ്പിലി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കഠിനാധ്വാനം ചെയ്തിട്ട് ലിവ് ഹാപ്പിലി, നല്ല സന്തോഷത്തോടെ ജീവിക്കാം. The shoemaker moves to the side of the room with his wife. ഷൂമേക്കർ എന്ത് ചെയ്തു? വൈഫിന്റെ റൂമിന്റെ ഒരു കോർണറിലോട്ട്, ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് വൈഫിനോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, ആങ്കർലി അല്ലെ, ദേഷ്യപ്പെട്ടുകൊണ്ട്. വാട്ട് ഡിഡ് ദേ സേ? ഐ വിൽ നോട്ട് ലെറ്റ് ദം ഗോ. അവരെന്താ പറഞ്ഞത്? ഞാൻ അവരെന്ത് ചെയ്യാല? പോകാൻ സമ്മതിക്കില്ല. ബട്ട് ദേ വിൽ ബി ലീവിങ് ടുഡേ അല്ലേ? പക്ഷെ അവരൊന്ന് പോകുന്നല്ലേ പറയുന്നത്, അവരിപ്പോ പോകുമല്ലോ. പോയിന്റിങ് അറ്റ് ദ എൽസ് അറ്റ് വർക്ക് അല്ലേ? എൽസിന്റെ വർക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോയിന്റ് ചെയ്തുകൊണ്ട് ഷൂമേക്കർ പറഞ്ഞു, ലുക്ക് ദേ ആർ മേക്കിംഗ്. നോക്ക്, അവരെന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷൂസുകളാണ് ഉണ്ടാക്കുന്നത്. ഐ കാൺട്ട് മേക്ക് സച്ച് പെർഫെക്റ്റ് ഷൂസ് അല്ലേ? എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഷൂസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഐ ഹാവ് ഓൺലി വൺ വേ ലെഫ്റ്റ്. എനിക്ക് ആകെ ഒരു വഴി ഇനിയിപ്പോ ബാക്കിയുള്ളൂ. ഷൂമേക്കേഴ്സ് വൈഫ് സർപ്രൈസ് അല്ലേ? ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് ഷൂമേക്കേഴ്സിന്റെ വൈഫ് ചോദിച്ചു, വാട്ട്സ് ദാറ്റ്? അതെന്താ? ഷൂമേക്കർ, ഐ വിൽ നെവർ ലെറ്റ് ദം ഗോ അല്ലേ? ഞാൻ അവരെന്ത് ചെയ്യില്ല ഒരിക്കലും. ഐ വിൽ നെവർ, ഒരിക്കലും, ലെറ്റ് ദം ഗോ, അവരെ പോകാൻ സമ്മതിക്കില്ല. ഐ വിൽ മേക്ക് ദം മൈ സ്ലേവ്സ്. അവരെന്ത് ചെയ്യും? ഐ വിൽ മേക്ക് ദം മൈ സ്ലേവ്സ്. അവരെന്റെ സ്ലേവ്സ് ആക്കും, ഞാൻ എന്റെ അടിമകളാക്കും. ഗോ ആൻഡ് ക്ലോസ് ഓൾ ദ ഡോർസ് ആൻഡ് വിൻഡോസ്. പുറത്തു പോയിട്ട് ക്ലോസ് ഓൾ ദ ഡോർസ് ആൻഡ് വിൻഡോസ് അല്ലെ? എല്ലാ ഡോർസും വിൻഡോസും അടക്കാൻ പറഞ്ഞു ഷൂമേക്കർ. ഓക്കെ, now let's go to the second page, 1 to 9. Shoemaker's wife moves closer to her husband.
Hold his hand together. Don't you remember those days? We couldn't pay the rent, those days of insult, even without food. Shoemaker, we will go back to those days if they stop coming. No, dear, it will never happen. They helped us a lot, made us rich. We shouldn't be this greedy. Greedy people can never be happy. Shoemaker, thoughtful. Yes, I shouldn't be that greedy. I should be thankful. The shoemaker and his wife look at the elves. The elves finish their work and hand over the shoes to the shoemaker. Shoemaker's wife moves closer to her husband. കുറച്ചും കൂടി ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഹോൾഡിങ് ഹിസ് ഹാൻഡ് ടുഗദർ. അവരുടെ രണ്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഡോണ്ട് യു റിമെമ്പർ ദോസ് ഡേയ്സ്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ ദിവസങ്ങൾ? വി കുഡിൻറ്റ് പേ ദ റെന്റ്. അല്ലേ, നമ്മൾ പെൻഡ് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? പണ്ടത്തെ കാര്യങ്ങൾ ആലോചിക്കാൻ പറയാണ് വൈഫ്. ദോസ് ഡേയ്സ് ഓഫ് ഇൻസൾട്ട് അല്ലേ, ഇൻസൾട്ട് ചെയ്യാനാല് അപമാനിക്കല്ലേ, ആ ദിവസങ്ങൾ ഇൻസൾട്ട് ആക്കപ്പെട്ട ദിവസങ്ങൾ. ഈവൻ വിത്തൗട്ട് ഫുഡ് അല്ലേ, ചില ദിവസങ്ങളിലും ഭക്ഷണം ഇല്ലാതെ നമ്മൾ കഴിച്ചു കൂട്ടി. വി വിൽ ഗോ ബാക്ക് ടു ദോസ് ഡേയ്സ് ഇഫ് ദേ സ്റ്റോപ്പ് കമ്മിങ്. വി വിൽ ഗോ ബാക്ക് ടു ദോസ് ഡേയ്സ് അല്ലേ, നമ്മൾ തിരിച്ചു പോകും, ആ ഡേയ്സിലോട്ട് തിരിച്ചു പോകും നമ്മൾ. ഇഫ് ദേ സ്റ്റോപ്പ് കമ്മിങ്, അവർ വരുന്നത് നിർത്തിയാൽ തിരിച്ച് നമ്മൾ അതിലൊക്കെ തിരിച്ചു പോകില്ല എന്ന് ചോദിച്ചു ഷൂമേക്കർ. ഷൂമേക്കറിന്റെ വൈഫ് എന്താ പറയുന്നത്? നോ ഡിയർ, ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. അല്ലേ, ഇല്ല, നോ ഡിയർ അല്ലേ, ഇല്ല ഡിയർ, ഇറ്റ് വിൽ നെവർ ഹാപ്പൻ, അതൊരിക്കലും സംഭവിക്കില്ല. ഹെൽപ്ഡ് അസ് എ ലോട്ട് അല്ലേ, അവർ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. മെയ്ഡ് അസ് റിച്ച്, നമ്മളെന്ത് ചെയ്തു? നല്ല റിച്ച് ആക്കി അല്ലേ, നല്ല പണമുള്ള സമ്പാദ്യമുള്ള ആളാക്കി. വി ഷുഡിൻറ്റ് ബി ദിസ് ഗ്രീഡി, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്ത്? ദിസ് ഗ്രീഡി, ഇത്രക്ക് ഗ്രീഡി മീൻസ് ആർത്തി, ഇത്രക്ക് ആർത്തിയുള്ള ആളുകളാവരുത്. ഗ്രീഡി പീപ്പിൾ ക്യാൻ നെവർ ബി ഹാപ്പി. ആർത്തിയുള്ള മനുഷ്യർക്ക് എന്താ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. ഷൂമേക്കർ തോട്ട്ഫുൾ അല്ലേ, കുറച്ച് ചിന്തിച്ചുകൊണ്ട് ഷൂമേക്കർ പറഞ്ഞു, ആസ് ഐ ഷുഡിൻറ്റ് ബി ദാറ്റ് ഗ്രീഡി, ഐ ഷുഡ് ബി താങ്ക്ഫുൾ. പറഞ്ഞത് ശരിയാണ്, ഞാൻ ഒരിക്കലും അത്രക്ക് ഗ്രീഡി ആവാൻ പാടില്ല. ഐ ഷുഡ് ബി താങ്ക്ഫുൾ, ഞാൻ എന്താ വേണമായിരുന്നു? ഞാൻ താങ്ക്ഫുൾ ആവണമായിരുന്നു, അങ്ങനെ ഗ്രീഡി ആവാൻ പാടില്ല എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. ദ ഷൂമേക്കർ ആൻഡ് ഹിസ് വൈഫ് ലുക്ക് അറ്റ് ദ എൽസ്. ഷൂമേക്കറും വൈഫും എൽസിന്റെ അടുത്തേക്ക് നോക്കി. The elves finish their work and hand over the shoes to the shoemaker. Elves എന്ത് ചെയ്തു? അവരുടെ വർക്ക് ഫിനിഷ് ചെയ്തിട്ട് അവരുടെ ഹാൻഡ് ഓവർ ദ ഷൂസ് ടു ദ ഷൂമേക്കർ. ഷൂമേക്കറിന് എന്ത് ചെയ്തു? അവർ ആ ഷൂസ് ഹാൻഡ് ഓവർ ചെയ്തു. Elves 1. This is our last shoe. We are leaving. Shoemaker's wife. We will always be thankful to you. Shoemaker. We will work hard and leave. You taught us how to make marvelous shoes and you are leaving now. This is your last visit. Let's have our dinner. The shoemaker hands the food and drinks to the elves. They eat and drink merrily. Shoemaker's wife. We will keep your memory alive. They moved toward the window. Thank you so much. The food and drink was good. Your shop is famous now. Work hard and you will have good future forever. Exit the elves. The shoemaker and his wife wave them goodbye. The narrator enters. The elves skipped through the window and disappeared. They never come back. Happily ever after. Blackout. This is our last shoe. അല്ലേ, ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഷൂ ആണ്. We are leaving. ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. Shoemaker's wife. You will always thankful to you. We will അല്ലേ, ഞങ്ങളെ always thankful to you. എപ്പോഴും നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും. We will work hard and live. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ കഠിനമായി അധ്വാനിച്ചിട്ട് ഞങ്ങൾ ജീവിച്ചോളാം. Shoemaker's wife. You taught us how to make marvelous shoes. അല്ലേ, You taught us. നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളെ പഠിപ്പിച്ചു. How to make marvelous shoes. Marvelous എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ എന്നൊക്കെ അർത്ഥമാണ്. Marvelous shoes. And you are leaving now. നിങ്ങളിപ്പോൾ പോവാണ്. This is your last visit. Let's have our dinner. ഇത് നിങ്ങളുടെ അവസാനത്തെ വിസിറ്റ് അല്ലേ? Let's have our dinner. ഞങ്ങളുടെ ഡിന്നർ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ ക്ഷണിച്ചു. The shoemaker hands the food and drink to the elves. Shoemaker എന്ത് ചെയ്തു? ഫുഡും ഡ്രിങ്കൊക്കെ അവർക്ക് കൊടുത്തു. They ate and drink merrily. അവരെന്ത് ചെയ്തു? ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. ഈറ്റ് ചെയ്തതിന്
തിന്നുകയും കുടിക്കുകയും ചെയ്തു മേർലി. മേർ എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷത്തോടു കൂടി വയറ് നിറച്ച് ഒക്കെ ഭക്ഷണം കഴിക്കുന്നതിനാണ് മേർലി എന്ന് പറയാം. ഓക്കെ. ഷൂമേക്കേഴ്സ് 5. വി വിൽ കീപ് യുവർ മെമ്മറി അലൈവ്. ഞങ്ങൾ നിങ്ങളുടെ ഓർമ്മ ഞങ്ങളിൽ എന്നും ഉണ്ടാകും എന്നർത്ഥത്തിൽ വി വിൽ കീപ് യുവർ മെമ്മറി അലൈവ് എന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ദ ഫുഡ് ആൻഡ് ഡ്രിങ്ക് വാസ് ഗുഡ്. അല്ലേ, വളരെ നന്ദിയുണ്ട്. ദ ഫുഡ് ആൻഡ് ഡ്രിങ്ക് വാസ് ഗുഡ്. അല്ലേ, ഫുഡും ഡ്രിങ്കും എന്ത് ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. യുവർ ഷോപ്പ് ഈസ് ഫേമസ് നൗ. വർക്ക് ഹാർഡ് ആൻഡ് യു വിൽ ഹാവ് ഗുഡ് ഫ്യൂച്ചർ ഫോർ എവർ. യുവർ ഷോപ്പ് ഈസ് ഫേമസ് നൗ. നിങ്ങളുടെ ഷോപ്പ് എന്താണ്, ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട് ഇപ്പോൾ. വർക്ക് ഹാർഡ് ആൻഡ് യു വിൽ ഹാവ് ഗുഡ് ഫ്യൂച്ചർ ഫോർ എവർ. നല്ലപോലെ കഠിനമായി അധ്വാനിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഇനി അങ്ങോട്ട് മുൻപുണ്ടാകും. എക്സിറ്റ് ദ എൽസ്. ഷൂമേക്കർ ആൻഡ് ഹിസ് വൈഫ് വേവ് ദം ഗുഡ് ബൈ. അവർ പോയി, ഷൂമേക്കറിൻ്റെ വൈഫും അവരെ വേവ് ദം ഗുഡ് ബൈ, അവരങ്ങനെ കൈകൊണ്ട് ഗുഡ് ബൈ കാണിച്ചു. ദ നാരേറ്റർ വന്നു. ദ എൽസ് സ്കിപ്ഡ് ത്രൂ ദ വിൻഡോ. സ്കിപ്ഡ് എന്ന് പറഞ്ഞാൽ ചാടി എന്നാണ്. ത്രൂ ദ വിൻഡോയിലൂടെ എൽസ് ചാടി. ആൻഡ് ഡിസപ്പിയർഡ്, എന്നിട്ട് ഡിസപ്പിയർ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായി. ദ നെവർ കം ബാക്ക്, അവരൊരിക്കലും തിരിച്ചു വന്നില്ല. The shoemaker and his wife worked hard and they live happily ever after. ഷൂമേക്കറിന്റെ വൈഫും വർക്ക് ഹാർഡ് ആൻഡ് they lived happily ever after. അവരെന്തൊരു സന്തോഷത്തോടെ അതിനുശേഷം അവർ താമസിച്ചു, അവർ ജീവിച്ചു. ഓക്കെ, so that's it for our story. I hope all have understood. If you have any doubt, you can ask me. And this unit we have only very less activities. Okay, only 2-3 activities are there. I think we can take today itself. Let's take page number 131. Let's talk. Pay up your rent in 2 weeks or I will close down your shop, said Mr. Brute and disappeared. But when he came back, the shoemaker had become a successful shoe merchant. The shoemaker welcomed him and they had a conversation. Write down the possible conversation between the shoemaker and Boot. Yeah. Pay up your rent in 2 weeks. 2 വീക്കിനുള്ളിൽ റെന്റ് പേ അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആരെ പോയി, മിസ്റ്റർ ബ്യൂട്ട് പോയി അല്ലേ, നമ്മുടെ സ്റ്റോറിയിൽ. ഡിഡ് യു റിമെമ്പർ ഇറ്റ്? ഓർമ്മ ഉണ്ടോ? എന്നിട്ട് അവസാനം when the shoemaker become rich, അല്ലേ, ഷൂമേക്കർ എന്തായി, റിച്ച് ആയതിനു ശേഷം മിസ്റ്റർ ബ്യൂട്ട് വന്ന് 2 ആഴ്ച കഴിഞ്ഞ് വന്നിട്ട് അവർ തമ്മിലുള്ള സംഭാഷണം എങ്ങനെയാണെന്നുള്ളതാണ് എഴുതേണ്ടത്. എങ്ങനെയായിരിക്കും അവർ തമ്മിലുള്ള സംഭാഷണം. 2 ആഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് ബൂട്ട് പോയതാണ് അല്ലേ. പിന്നെ വരുമ്പോഴെന്തായി, അപ്പോത്തിനും ഷൂമേക്കർ എന്തായി, റിച്ചായി അല്ലേ, 2 ആഴ്ച കൊണ്ട്. അപ്പോൾ അവർ തമ്മിലുണ്ടാകുന്ന സംഭാഷണങ്ങളാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും സംഭാഷണങ്ങൾ ഉണ്ടാവുക? ഫസ്റ്റ് ആള് ഷൂമേക്കർ ആണ് അല്ലേ. ഷൂമേക്കർ എന്തായിരിക്കും മിസ്റ്റർ ബ്യൂട്ടിനെ കാണുമ്പോൾ പറയാം? ഗുഡ് മോർണിംഗ് അങ്ങനെ എന്തെങ്കിലും പറയില്ലേ, വിഷയം അല്ലേ. ഗുഡ് മോർണിംഗ് ആണ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ആണ്, ഗുഡ് ഈവനിങ്. ഇപ്പം മോർണിംഗ് ആണ് വരുന്നുണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയില്ലേ, ഹൗ ആർ യു എന്ന് പറയില്ലേ. ആവശ്യത്തിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഷോപ്പൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവും അല്ലേ. മിസ്റ്റർ ബ്യൂട്ട് എന്തെങ്കിലും ഗുഡ് മോർണിംഗ്, എന്താ ചോദിക്കുക? റെന്റ് ചോദിക്കും അല്ലേ, വെർ ഈസ് മൈ ക്യാഷ് അല്ലേ, അല്ലെങ്കിൽ വെർ ഈസ് മൈ റെന്റ്, അങ്ങനെ എന്തെങ്കിലും ചോദിക്കും. അപ്പൊ എന്തായിരിക്കും ഷൂമേക്കർ പറയാ? ഷൂമേക്കർ എന്താ പറയാ? ഷൂമേക്കർ എന്തെങ്കിലും ഇത് എടുത്ത് കൊടുക്കും അല്ലേ. എത്ര ആയിരിക്കും റെന്റ് എന്നുണ്ടെങ്കിൽ അതെടുത്ത് കൊടുക്കും. സോ ഹിയർ ഈസ് ദ റെന്റ് സാർ, താങ്ക് യു അല്ലേ. അപ്പൊ ഷൂമേക്കർ, അപ്പൊ പിന്നെയും അവിടെ മിസ്റ്റർ ബ്യൂട്ടിന് അവിടെ കോൾ ഉണ്ടല്ലേ, അവിടെ എന്തെങ്കിലും ചോദിക്കുക? എന്തായിരിക്കും, എങ്ങനെ ഇത്ര പെട്ടെന്ന് കിട്ടിയെന്ന് അത്ഭുതമായിരിക്കും അല്ലേ. ഹൗ യു ബിക്കം റിച്ച് അങ്ങനെ ചോദിക്കും അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൗ യു ഗെറ്റ് ദ മണി, ഹൗ യു ഗെറ്റ് ദിസ് മച്ച് ഫേമസ് എന്തെങ്കിലുമൊക്കെ ചോദിക്കും അല്ലേ. അപ്പോൾ മിസ്റ്റർ ബ്യൂട്ട് നമ്മളെ ഷൂമേക്കർ എന്ത് പറയാ? എൽസ് ഹെൽപ്പ് ചെയ്തെന്ന് പറയോ അല്ലേ. ചിലപ്പം പറയില്ലേ, ഹെൽപ്ഡ് മീ എന്ന് പറയും അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറയും? ഐ വർക്ക്ഡ് ഹാർഡ് ആൻഡ് ബിക്കം എ ഗുഡ് ഷൂമേക്കർ എന്ന് പറയും അല്ലേ. അപ്പോൾ പിന്നെ അപ്പോൾ മിസ്റ്റർ ബ്യൂട്ടിൻ്റെ ഒരു കോളം കൂടി ഉണ്ടല്ലേ. ഓ ഐ സി, എനിവേ വിൽ സീ യു ബൈ എന്ന് പറയും. അങ്ങനെ പോകും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എ സ്മോൾ കോൺവെർസേഷൻ, ഈസിയാണ് അല്ലേ. നമുക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ എഴുതുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ആസ്ക് മീ. Now let's go to activity 1. Before that, you have one activity in one poem in page number 132. It's a small poem. It's not important for the exam, so we are not taking it now. Okay. It's just, if you want, I just read it.
I will read just one time. It's not much important. Work while you work, play while you play. One thing each time, that is the way. All that you do with your mind. Things gone by health are not done right. Okay, so it's you can see what the poem meant. Le ആ രണ്ട് ഇമേജിലുള്ള നമ്മൾ വർക്ക് എന്ത് ചെയ്യണം, while you work, play while you play. അല്ലേ, ഒരു ജോലി രണ്ട് ജോലി ഒരുമിച്ച് ചെയ്യരുത്, ഒരുമിച്ച് ചെയ്യണം എന്നുമാണ് പറയുന്നത്. Anyway, it's not important, so we are just going to our activity 1. Read the following stage directions given in the play. In the dim blue light under 2 elves, they climbed on the table and start working. They sing as they work, their movement as them song. അല്ലേ, നമ്മളുടെ ഒരു ഡയറക്ഷൻസ് ആണ്. നമ്മൾ ആ ഡ്രാമ സ്ക്രിപ്റ്റിൽ ഒരുപാട് ഡയറക്ഷൻസ് ഉണ്ട് അല്ലേ, അതിലൊരു ഡയറക്ഷൻസ് ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. This is one of the stage direction given in the play. ഇത് അതിലുള്ള ഒരു സ്റ്റേജ് ഡയറക്ഷൻ ആണ്. Pick out more stage direction from the play and write them in the given space. സ്റ്റേജ് ഡയറക്ഷൻസ് പിക്ക് ചെയ്താണ്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേജ് ഡയറക്ഷൻസ് ഏതാണ്? സ്റ്റേജ് ഡയറക്ഷൻസ് അല്ലേ, നമ്മളെ ചെരിച്ച് എഴുതിയിട്ടുള്ള ലെറ്റേഴ്സിലാണ് അധികം സ്റ്റേജ് ഡയറക്ഷൻസ് ഉള്ളത് അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഡയറക്ഷൻസ് ഉണ്ടല്ലേ, ദ ഷൂ മേക്കേഴ്സ് ഹോം, a large table on the shoemaker's work, and a chair by it, on the table scattered a knife. അല്ലേ, അതൊക്കെ സ്റ്റേജ് ഡയറക്ഷൻസ് ആണ്. പിന്നെ വേറെ സ്റ്റേജ് ഡയറക്ഷൻസ് എന്താണ്, ഷീ ഓപ്പൺസ് ദ ഡോർ, ദ ഓൺ അല്ലേ. അപ്പോൾ അതുപോലുള്ള സ്റ്റേജ് ഡയറക്ഷൻസ് വായിച്ചിട്ട് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? നൗ അവിടെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്, എ ബാഗ് ഓഫ് ഓറഞ്ച്. ഒരു ചെറിയൊരു സിമ്പിൾ സ്റ്റോറിയാണ് അല്ലേ. An old woman was walking along the road. She carried a paper bag full of orange for her grandchildren. Suddenly she stumbled over the stone and fell down. The orange rolled over the road and lay scattered around. The boy who saw this came running, helping the woman get up. He asked, "Are you okay?" "I am all right, child. But my orange," she said. "Don't worry, I shall pick them up for you," the boy said. He picked up the scattered orange, putting them into her bag. He handed it over to her. Taking an orange from the bag, the old woman said, smiling, "Have this, my child." The boy too smiled and took an orange from her. Given below is a script of the story. Rewrite the story in the form of a skit. Give suitable stage direction also. നമ്മുടെ സ്കിറ്റ് പോലെ ഈ സ്റ്റോറിനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ സ്കിറ്റിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റേജ് ഡയറക്ഷൻസ് ഉണ്ടായിരുന്നു, ഒരു നാരേറ്റർ ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ഇടയിൽ ആ സിറ്റുവേഷനിൽ ഓരോ സീനിൽ ഡയലോഗ്സും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, എ വില്ലേജ് റോഡ്, അതെന്തായാലും നമുക്ക് പേരായിട്ട് കൊടുക്കാം. പിന്നെ അവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആദ്യം നമ്മൾ ഒരു ഡയറക്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ നമ്മൾ അവിടെ നിന്ന് എഴുതിയില്ലേ, ഓരോ സ്റ്റേജ് ഡയറക്ഷൻസ് നമ്മൾ എഴുതണം. അതുപോലെ ഫസ്റ്റ് നമ്മൾ ഡയറക്ഷൻസ് വേണം. ആദ്യം നമ്മൾ നടക്കുന്ന സീൻ എന്താണ്, ആ സീൻ എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. എന്താണ് അവിടെ സംഭവിക്കുന്നത്, ആരൊക്കെയാണ് അവിടെ ഉള്ളത്, എന്തൊക്കെ സാധനങ്ങളാണ് ആ സമയത്ത് വേണ്ടത്, അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ആ ഡയറക്ഷനിൽ വേണം അല്ലേ. അപ്പൊ അവിടെ ഫസ്റ്റ് ഒരു ഡയറക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. An old woman enters with a paper bag അല്ലേ. ഇനി ബാക്കി നമ്മൾ എഴുതിയാൽ മതി. അവിടെ എന്തൊക്കെയാ ഉണ്ടാവുക, പേപ്പർ ബാഗ് എന്തൊക്കെയായിരിക്കും ആ ഫസ്റ്റ് സീനിൽ ഉണ്ടായിട്ടുണ്ടാവുക, ബാഗിൽ ഫുൾ ഓറഞ്ച് ആണ് അല്ലേ. അപ്പൊ നമ്മൾക്ക് എഴുതാം, ദ ബാഗ് ഈസ് ഫുൾ ഓഫ് ഓറഞ്ച്. ഷീ സ്റ്റംബിൾഡ് ഓവർ ദ സ്റ്റോൺ അല്ലേ, അവിടെ വീണില്ലേ, അതൊക്കെ നമുക്ക് എഴുതാം. ആൻഡ് ഫോൾ ഡൗൺ, എന്നിട്ട് വീണു. ദ ഓറഞ്ച് സ്കാറ്റേർഡ് ഓൺ ദ സ്റ്റേജ് അല്ലേ. ഇവിടെ ഇപ്പൊ സ്റ്റേജ് അല്ലേ, അപ്പൊ അവിടെ സ്റ്റേജിൽ ആയി. എ ബോയ് കം റണ്ണിങ് അല്ലേ, ഒരു ബോയ് ഓടി എന്ന്. ഇത്രയും കാര്യങ്ങൾ എഴുതാം. ഇനി അവർ തമ്മിൽ നടക്കുന്ന സംഭാഷണമാണല്ലേ. അപ്പൊ അവർ വീണ് കഴിഞ്ഞാല് ബോയ് എന്താ നേരത്തെ സ്റ്റോറിയിൽ ചോദിച്ചത്, ആർ യു ഓക്കെ അല്ലേ. അപ്പൊ വുമൻ എന്ത് പറയാം, ഐ എം ഓൾ റൈറ്റ് ചൈൽഡ് ബട്ട് മൈ ഓറഞ്ച്. അപ്പൊ എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്ഷൻ എഴുതാം. ദ ബോയ് ഹെൽപ്ഡ് ദ വുമൻ ടു ഗെറ്റ് അപ്പ്, എന്നിട്ട് ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ അത് ഇടാം. ഓക്കെ, നൗ ബോയ് എന്ത് ചെയ്യും, ഡോണ്ട് വറി, ഐ ഷാൽ പിക്ക് ദം അപ്പ് ഫോർ യു അല്ലേ. ദ ബോയ് പിക്സ് അപ്പ് ദ ഓറഞ്ച് ആൻഡ് പിന്നെന്താ ചെയ്യുക, പുട്ട് ദം ഇൻ ടു ദ ബാഗ് അല്ലേ, ആ കവറിൽ ഇട്ടിട്ടുണ്ടാവും.
he hand over the bag over to her. അല്ലേ, ആ വുമണ് കൊടുത്തിട്ടുണ്ടാവും. ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു, ഡയറക്ഷൻ ആണ് അല്ലേ. ദ വുമൺ എന്ന് പറഞ്ഞിട്ട് ബാക്കി നമ്മൾ എഴുതണം. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വുമൺ എന്താ ചെയ്യാ? ദ വുമൺ ടേക്സ് ദ ഓറഞ്ച് അല്ലേ, ആ ഓറഞ്ച് വുമൺ വാങ്ങി ഫ്രം ദ ബാഗ് ആൻഡ് ഗീവ് ഇറ്റ് ടു ദ ബോയ് അല്ലേ. അതിലൊന്ന് കൊടുത്തു എന്ന് പറയില്ലേ. അപ്പൊ ഗീവ് എന്ത് ഓറഞ്ച് കൊടുത്ത്? 1 orange ടു ദ ബോയ്, അതിലേറ്റവും വലുതായിട്ടുള്ള അല്ലേ. സ്മൈലിംഗ് ദ ബോയ് ടേക്സ് ദ ഓറഞ്ച് അല്ലേ, അത്രേ ഉള്ളു അല്ലേ. അങ്ങനെ എഴുതാം. അപ്പോൾ വൺ ഹാവ് ദിസ് മൈ ചൈൽഡ്, അതിലേറ്റവും കൊടുത്തിട്ട് അതിൽ ഹാവ് ദിസ് മൈ ചൈൽഡ് എന്ന് കൊടുത്തു. അപ്പോൾ ബോയ് എന്ത് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും? വാങ്ങുമ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? താങ്ക്സ് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഓ താങ്ക് യു വെരി മച്ച്, യു ആർ വെരി കൗണ്ട്. ഇനി രണ്ടാമതും പിന്നെ അവിടെ സ്റ്റേജ് ഡയറക്ഷൻ ആണ്. ദ ഹാപ്പിലി സെഡ് ഗുഡ് ബൈ ആൻഡ് വെന്റ് ടു ദെയർ ഹോംസ്. ഓക്കെ, ലൈക്ക് ദാറ്റ് യു ക്യാൻ റൈറ്റ് സിംപ്ലി. ഓക്കെ, now the activity 3, match the dialogues and write them in the space provided. One is done for you. അവിടെയുള്ള ഡയലോഗ്സ് എന്ത് ചെയ്യുക? ഒരുപാട് ഡയലോഗ്സ് ഉണ്ട് അല്ലേ, ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലെന്ത് ചെയ്യുക? മാച്ച് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വൺ അവിടെ ഫസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഷൂ മേക്കേഴ്സ് വൈഫ്, വി വിൽ പേ യുവർ മന്ത്സ് ടൈം, പ്ലീസ് കൈൻഡ് ടു അസ് അല്ലേ. മിസ്റ്റർ ഗുഡ്, ബി കൈൻഡ് നോട്ട് എ ചാൻസ്, ദാറ്റ്സ് നോട്ട് മൈ വേ അല്ലേ. ബി കൈൻഡ് അത് എൻ്റെ വേ അല്ല എന്ന് തോമസ് ബുഡിൻ്റെ ഡയലോഗ്. അതുപോലെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡയലോഗ് ഉള്ളത് എന്താണ്? വി ഹാവ് ടു വർക്ക് ഹാർഡ്, വി മസ്റ്റ് നോട്ട് ലൂസ് അവർ ഷോപ്പ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഷൂ മേക്കർ പറഞ്ഞിട്ടുണ്ടാവുക? ദാറ്റ്സ് വാട്ട് വി കാൺ ഡു അല്ലേ. അങ്ങനല്ലേ ഷൂ മേക്കർ പറഞ്ഞത് കഴിഞ്ഞതിന് ശേഷം. സോ പാഠം നല്ലപോലെ വായിച്ചു നോക്കുക. ഓരോ ഡയലോഗ്സിനും അനുസരിച്ചിട്ടുള്ള ഡയലോഗ്സ് അപ്പുറത്തുനിന്ന് ചൂസ് ചെയ്യുക. എന്നിട്ട് അവിടെ എഴുതുക 2, 3, 4, 5, 6. ഓക്കെ. Now activity 4, complete the table given below. It's very simple. We are അല്ലേ, സെയിം ആണ് അല്ലേ. വി ആർ എന്നുള്ളത് വി ആർ എന്ന് തന്നെയാണ്. അത് ഷോർട്ട് ഫോം ആക്കി എഴുതുമ്പോഴാണ് വി ആർ എന്നുള്ളത് വി അപ്പോസ്ട്രോഫി ആർ ഇ, വി ആർ. ദാറ്റ്സ് അല്ലേ, അതിൻ്റെ എന്തായിരിക്കും? ദാറ്റ് ഈസ് അല്ലേ. അണ്ടർസ്റ്റുഡ്? ദാറ്റ്സ് എന്നുള്ളത് എന്താണ്? ദാറ്റ് ഈസിൻ്റെ ഷോർട്ട് ഫോം ആണ്. സോ ലൈക്ക് ദാറ്റ് യു ഹാവ് ടു റൈറ്റ് ഇറ്റ്. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇതൊക്കെ നമ്മുടെ പ്ലേയിൽ ഒരുപാട് ഷോർട്ട് ഫോം യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോൾ തേർഡ് വൺ ഐ ആം എന്നുള്ളതാണ് ഐ അപ്പോസ്ട്രോഫി എം, ആം. ഐ കനോട്ട് എന്നുള്ളത് എങ്ങനെ പറയില്ലേ? ഐ കാൺട്ട്. ഓക്കെ, ലൈക്ക് ദാറ്റ് യു ക്യാൻ റൈറ്റ് ഇറ്റ്. നമ്മൾ ഷോർട്ട് ഫോംസ് എല്ലാം എന്ത് ചെയ്യുക? അവിടെ എഴുതാം. ഓക്കെ, ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് മോർ ഷോർട്ട് ഫോംസ് ഫ്രം ദ പ്ലേയിൽ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ ഷോർട്ട് ഫോംസ് എഴുതാം. ടേക്ക് ആക്ടിവിറ്റി 5. With the money they got, the shoemaker and his wife brought more leather. One day they saw an advertisement on the wrapper in which the leather was packed. They thought of advertising their shoes. Prepare an advertisement for their shoes. With the money they got, ആ കിട്ടിയ കാശ് കൊണ്ട് the shoemaker and his wife bought more shoes. ഷൂമേക്കറിന്റെ വൈഫ് എന്ത് ചെയ്തു? കൂടുതൽ ഷൂസ് കൊണ്ടുവന്നു. bought more shoes, more leather. One day saw an advertisement. ഒരു ദിവസം എന്ത് ചെയ്തു? അവരൊരു അഡ്വർടൈസ്മെന്റ് കണ്ടു on the newspaper which the leather was packed. ലെതർ പാക്ക് ചെയ്തുള്ള അതിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു. ദേ തോട്ട് ഓഫ് അഡ്വർടൈസിങ് ദെയർ ഷൂസ്. അവരെന്ത് ചെയ്തു? അവരെ ഷൂസ് അഡ്വർടൈസ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചു അല്ലേ. അവിടെ കണ്ട അഡ്വർടൈസ്മെന്റ് പോലെ നമുക്കും നമ്മുടെ ഷൂസിനെ പറ്റിയിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് പേപ്പറിൽ കൊടുക്കാം എന്നതിനെ പറ്റി അവരങ്ങനെ ചിന്തിച്ചു. പ്രിപ്പയർ ആൻ അഡ്വർടൈസ്മെന്റ് ഫോർ ദിസ് ഷൂ. ഓക്കെ, സോ ഹൗ യു ക്യാൻ സേ വി ക്യാൻ ടേക്ക് ആൻ അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം? നമ്മൾ ഒരുപാട് ഷോപ്പിന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മളെ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സിൻ്റെ അഡ്വർടൈസ്മെന്റ്, ചെപ്പൽസിൻ്റെ അഡ്വർടൈസ്മെന്റ്, ചില സമയത്ത് അംബ്രല്ലാസിൻ്റെ അഡ്വർടൈസ്മെന്റ്സ് അല്ലേ. ചില സമയങ്ങളിൽ വാഷിംഗ് പൗഡറിൻ്റെത്, സോപ്പിൻ്റെത്, അങ്ങനെ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാവുക? ഫസ്റ്റ് ഓഫ് ഓൾ അഡ്വർടൈസ്മെന്റ് എങ്ങനെ ഉണ്ടാവുക? അഡ്വർടൈസ്മെന്റ് ഒരു കളിൻ്റെ ഉള്ളിലായിരിക്കും അല്ലേ, ഒരു ബോക്സിൻ്റെ ഉള്ളിലായിരിക്കും അഡ്വർടൈസ്മെന്റ് ചുറ്റും ഒരു വലിയൊരു കോളം വരച്ചിട്ടുണ്ടാവും. ആ കോളത്തിൻ്റെ ഉള്ളിലായിരിക്കും.
പിന്നെ എന്തായിരിക്കും അഡ്വർടൈസ്മെന്റ് ഉണ്ടാവുക? വലിയ ക്യാപ്ഷൻസ് ഉണ്ടാവും അല്ലേ? വലിയ ക്യാപ്ഷൻസ് ഉണ്ടാവും അഡ്വർടൈസ്മെന്റിൽ. പിന്നെന്താ ഉണ്ടാവുക? പിക്ചേഴ്സ് ഉണ്ടാവും അല്ലേ? എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റിന്റെ പിക്ചർ ഉണ്ടാവും അല്ലേ? പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ക്യാപ്ഷൻ ഉണ്ടാവും അല്ലേ? ഇപ്പൊ നമ്മുടെ മിൽക്കിന്റെ ഒക്കെ ഇതിലാണെന്നുണ്ടെങ്കിൽ കേരളം കണി കണ്ടിരുന്ന നന്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഉണ്ടാവും അല്ലേ? പോപ്പി അംബ്രലിന്റെ ഒക്കെ എന്താണ് മഴയത്തും വെയിലത്തും പോപ്പി അംബ്രല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ക്യാപ്ഷൻസ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ദ ക്യാപ്ഷൻ. അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അഡ്വർടൈസ്മെന്റിന്? We have one box, and in the box we have a picture, big headings, captions. പിന്നെ ഇതൊക്കെ ഒരു ഷോപ്പിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഷോപ്പിന്റെ അല്ലെ നമ്മുടെ പേപ്പേഴ്സിലൊക്കെ വരാറില്ലേ? ഇപ്പൊ ചെമ്മാട് ടൗണിലൊരു ഷോപ്പ് തുറന്നു, അല്ലെങ്കിൽ കൊടിഞ്ഞിയില് പെട്ടെന്നൊരു ഷോപ്പ് തുറക്കുകയാണ്. അപ്പൊ ഒക്കെ നമ്മള് പേപ്പേഴ്സിലൊക്കെ വരില്ലേ? അപ്പൊ എന്തായിരിക്കും, എവിടെയാണെന്നുള്ളതും കൂടി ഉണ്ടാവും അല്ലേ? ഷോപ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെമ്മാടാണെന്നുണ്ടെങ്കിൽ പരപ്പനങ്ങാടി റോഡ് ചെമ്മാട് അല്ലേ? അല്ലെങ്കിൽ കോട്ടക്കൽ റോഡ് ചെമ്മാട്. ഇനിയിപ്പോ കൊടിഞ്ഞിയാണെന്നുണ്ടെങ്കിൽ കൊടിഞ്ഞി റോഡ് അല്ലെങ്കിൽ ചെമ്മാട് റോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഏതെല്ലാം ഷോപ്പ് എവിടെയാണ് ഉള്ളത് എന്നുള്ളതിന്റെ അഡ്രസ്സും കൂടി ഉണ്ടാവും അല്ലേ? Okay, now you got this question is very important because നമ്മൾ സാധാരണ എക്സാംസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കുക. നമ്മളൊരു ഔട്ട്ലൈൻ വേണം, പിക്ചർ വേണം, ഒരു ഹെഡിങ് വേണം, ക്യാപ്ഷൻ വേണം, പിന്നെ ഷോപ്പാണെങ്കിൽ ഷോപ്പിന്റെ അഡ്രസ് വേണം. ഓക്കെ, ക്യാൻ വി സ്റ്റാർട്ട് നൗ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഏറ്റവും മേലെ നമുക്ക് എന്തെങ്കിലും ഒരു ഹെഡിങ് വേണം അല്ലേ? എന്തായിരിക്കും ഹെഡിങ്? അല്ലെങ്കിൽ ബമ്പർ സെയിൽ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഹെഡിങ്സ് ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ 50% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആസ് യു ലൈക്ക് യു ക്യാൻ റൈറ്റ്. അല്ലെങ്കിൽ ബ്രാൻഡ് ന്യൂ ഷൂസ്, ന്യൂ ട്രെൻഡി ഷൂസ് അല്ലെ, ഏറ്റവും പുതിയ മോഡൽ ഷൂസ് എന്നൊക്കെ വേണ്ടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഡിസ്കൗണ്ട് വേണമെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുക. 20% ഓഫ് ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ. ഷൂ മേക്കറിന്റെ ഷോപ്പിന് എന്ത് ചെയ്യണം? നമ്മളൊരു പേര് ഇടണം. എന്തെങ്കിലും വുഡ് ലാൻഡ് എന്നോ അല്ലെങ്കിൽ ഷൂ ലാൻഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറ്റുന്നൊരു ഇത് നമുക്കിടാം. ഓക്കെ, നമ്മൾ എന്താ ഇടുക? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷൂ ലാൻഡ് ഇടാം അല്ലേ? നൗ വി ക്യാൻ ജസ്റ്റ് ടേക്ക് ബമ്പർ സെയിൽ ഓഫർ ഓൺ ഷൂ ലാൻഡ് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ആ സെന്ററിൽ അല്ലെങ്കിൽ ഒരു സൈഡിലായിട്ട് നമുക്ക് 2-3 ഷൂസിന്റെ പിക്ചർ വരക്കാം. എന്നിട്ട് ഷൂസ് ഫോർ യുവർ ലെഗ്സ്, ഗിവ് കംഫർട്ട് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്യാപ്ഷനും കൊടുക്കാം. ഏറ്റവും താഴെ എന്ത് ചെയ്യാം? നമുക്ക് ഓൺ എന്തായാലും നമ്മൾ ഷോപ്പിന്റെ പേര് പറഞ്ഞേ, ഷൂ ലാൻഡ് എന്നോ അല്ലെങ്കിൽ വാട്ട് എവർ യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമല്ല ഏതെങ്കിലും പേര് കൊടുക്കാം. ഷൂ ലാൻഡ് ഏതെങ്കിലും ഒരു അഡ്രസ് കൊടുക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അവർ അഡ്വർടൈസ്മെന്റ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ അഡ്വർടൈസ്മെന്റ് എന്താണ് എഴുതുക എന്നുള്ളതല്ല, അതിന്റെ മോഡല് എങ്ങനെയാണെന്നുള്ളതിലാണ് മാർക്ക് ഉണ്ടാവുക. സോ ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ വെരി തറോലി. നല്ലപോലെ നോക്കുക. അഡ്വർടൈസ്മെന്റിന്റെ ഫോർമാറ്റ് എങ്ങനെയെന്ന് പഠിക്കുക. ചിലപ്പം ക്വസ്റ്റ്യനിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. വേറെ എന്തെങ്കിലും സ്ഥാനത്തിന്റെ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുക. എനിവേ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആൻഡ് യു ഹാവ് ടു റൈറ്റ് ദ മോഡൽ ഫസ്റ്റ്. ആൻഡ് ഇഫ് ദ ആ ഒരു സ്ട്രക്ചറിന് ആണ് പകുതിയിലധികം മാർക്ക് ഉണ്ടാവുക. മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ ഇരിക്കും നോക്കുക. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാം? നല്ലപോലെ അഡ്വർടൈസ്മെന്റ് പഠിച്ചു വരാം. അപ്പോൾ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഒരു ബോക്സ് വേണം, ഒരു ഹെഡിങ് വേണം, പിന്നെ ഒരു ക്യാപ്ഷൻ വേണം, പിക്ചേഴ്സ് വേണം, പിന്നെ ഷോപ്പാണെങ്കിൽ ഷോപ്പിന്റെ അഡ്രസ്സ് എവിടെയെന്ന് വെച്ചാൽ അതും വേണം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നൗ ലെറ്റ്സ് ടേക്ക് ദ ആക്ടിവിറ്റി 6. Look at the picture of shoemaker's room. Now complete the sentence choosing the words from the box. One is done for you. It's very easy അല്ലേ? ഓൺ ആണ്. ഓൺ വെച്ചിട്ട് ഏതൊക്കെയാണ്? ഓൺ ദ ടേബിൾ, ഓൺ ദ വാൾ, ഓൺ ദ ഫ്ലോർ. പിന്നെ ഇന്ന് വെച്ചിട്ടുള്ളത് ഇൻ ദ ഷെൽഫ്, ഇൻ ദ കോർണർ ഓഫ് ദ റൂം. പിന്നെ അണ്ടർ ദ സ്റ്റൂൾ, അണ്ടർ ദ ടേബിൾ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കാര്യം എവിടെയാണ് അതിന്റെ സ്ഥലം എന്നത് വെച്ചിട്ട് നമ്മൾ എഴുതുന്നതാണ്. there is a knife. ഒരു എക്സാമ്പിൾ ആയിട്ടുണ്ടല്ലേ അവിടെ. there is a knife. എവിടെയാണ് നൈഫ് ഉള്ളത്? ഓൺ ദ ടേബിൾ അല്ലേ? ടേബിളിന്റെ മുകളിൽ. there are 2 hammers. എവിടെയാണ് ഹാർമേഴ്സ്? ഓൺ ദ
table. There is a flower pot. എവിടെയാണ് ഫ്ലവർ പോട്ട്? എവിടെയാണ്? ഓൺ ദ, അതോ ഇന്നാണോ? ഇന്നാണ് അല്ലേ? ഇൻ ദ കോർണർ ഓഫ് ദ റൂം. There is a cat. കാറ്റ് എവിടെ ഉള്ളത്? സ്റ്റൂളിന്റെ താഴെ അല്ലേ? അണ്ടർ ആണല്ലേ? അണ്ടർ ദ സ്റ്റൂൾ. There is a kitten അല്ലേ? ഒരു പൂച്ചക്കുട്ടി ഉണ്ട്. എവിടെയാണ്? അണ്ടർ ദ ടേബിൾ. There is a pair of shoes. എവിടെയാണ്? ഷൂസ് എവിടെയാണ്? In the shelf. There is a picture on the wall. There is a clock. എവിടെയാണ്? സെയിം അല്ലേ? On the wall. എവിടെയാണ് ബുക്സ് എവിടെയുള്ളത്? In the shelf. There is a chisel on the table. Okay, so like that you have to, it's very important actually. This type of question will come to our exam ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സാധാരണഗതിയിൽ ചിലപ്പം അതിൻ്റെ അവിടെയുള്ള സാധനങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓൺ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഇന്ന് പറഞ്ഞാൽ എന്താണ്, അണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് മാറും. എവിടെയാണ് സാധനങ്ങളുള്ളത്, ഒരു പിക്ചർ തന്നിട്ട് ആ പിക്ചറിൽ എന്തൊക്കെയാണുള്ളതെന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ എവിടെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യണം, നമ്മൾ നോക്കിയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, നൗ ആക്ടിവിറ്റി 7. Look at the picture given below and describe when each subject is. One is done for you. അവിടെ സെയിം അതിൻ്റെ പൊസിഷൻ ആണ് നോക്കുന്നത്. നമ്മൾ നേരത്തെ നോക്കിയതുപോലെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്, അതിൻ്റെയൊക്കെ പൊസിഷൻ എവിടെയാണെന്നുള്ളതാണ്. നൗ ചൂസ് ദ ഐറ്റം ഫ്രം ഈച്ച് ബോക്സ് ആൻഡ് ജോയിൻ ദം ഫ്രം മീനിങ്ഫുൾ സെൻറ്റൻസ് ബേസ്ഡ് ഓൺ ദ പിക്ചർ ഗിവൺ അബവ്. ആ മുകളിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, മീനിങ്ഫുൾ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഓരോന്ന് മാച്ച് ചെയ്തിട്ട് മീനിങ്ഫുൾ ആയിട്ട് സെൻറ്റൻസ് വെക്കണം. നൗ ദ സെക്കൻഡിൽ there is a clock. ക്ലോക്ക് എവിടെയാണുള്ളത്? ക്ലോക്ക് എവിടെയുള്ളത്? ലിവിങ് റൂമിലാണോ ബെഡ്റൂമിലാണോ? ബെഡ്റൂമിലാണല്ലേ. ഇൻ ദ ബെഡ്റൂം എവിടെയാണുള്ളത്? ഓൺ ദ ടേബിൾ അല്ലേ. നൗ ഇനി വേറൊരു എക്സാമ്പിൾ, there is a phone. ഫോൺ എവിടെയുള്ളത്? ലിവിങ്ങിലാണല്ലേ. ആ പിക്ചർ നോക്കിയാൽ ലിവിങ്ങിലല്ലേ ഉള്ളത് ഫോണ്. ഓക്കെ, ഇൻ ദ ലിവിങ് റൂം എവിടെയാണുള്ളത്? ഓൺ ദ സ്റ്റൂൾ അല്ലേ, സ്റ്റൂളിൻ്റെ അടുത്തല്ലേ ഉള്ളത്. ഓക്കെ, ലൈക്ക് ദാറ്റ് യു ഹാവ് ടു റൈറ്റ്. I hope it's very simple, but you have to write it. Okay, simple അല്ലേ, എഴുതി കൂടത്. Fine. Now 8th activity, read the following dialogues from the play. Customer 1, I would like to have a pair of dark brown shoes. Do you have such pair? Shoemaker, of course sir, we have one right there. Customer 1, what size are those shoes? Shoemaker, they have size 10 so. I would like to have, ഇത് നമ്മൾ കോൺവെർസേഷൻ അല്ലേ കസ്റ്റമർ ഷൂമേക്കറും തമ്മിൽ. നമ്മൾ നേരത്തെ നമ്മൾ ചാപ്റ്ററിൽ വായിച്ചതാ. What do the customer ask? What make sentence from the table, write them the space given below. അത് അല്ലേ, ഐ വുഡ് ലൈക്ക് ടു ഹാവ് വൺ പെയർ ഓഫ് ഡാർക്ക് ബ്രൗൺ ഷൂ അല്ലേ, അങ്ങനെയാണ് അത് ഷൂവിന് വേണ്ടി ചോദിച്ചത്. ഐ വുഡ് ലൈക്ക് ടു ഹാവ് വൺ പെയർ ഓഫ് ഡാർക്ക്, ഐ വുഡ് ലൈക്ക് ടു ഹാവ്, എനിക്ക് ഉണ്ടാവാൻ ഇഷ്ടപ്പെടുന്നു വൺ പെയർ ഓഫ് ഡാർക്ക് ഷൂസ്, ഒരു പെയർ ഷൂസ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എന്നർത്ഥത്തിലാണ് അത് ചോദിച്ചത്. ഇനി നമ്മൾ എങ്ങനെയാണെന്നുള്ളതാണ് ചോദിക്കാം. അതിൽ കുറേ നമ്മളിപ്പോൾ സെൻറ്റൻസ് ഉണ്ടാക്കണം. മേക്ക് സെൻറ്റൻസ് ഫ്രം ദ ടേബിൾ ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. താഴെ ലൈൻസ് ഇല്ലേ, ആ ലൈൻസിൽ നമ്മൾ മാച്ച് ചെയ്ത സെൻറ്റൻസ് ഉണ്ടാണ്. ഹൗ മച്ച് ഈസ്, ഹൗ മച്ച് ആണല്ലേ, മച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നല്ലേ. ദിസ് ക്യാമറ അങ്ങനെ പറയാം നമുക്ക് അല്ലേ, അല്ലെങ്കിൽ ദിസ് ജാക്കറ്റ്, ദിസ് ബാഗ് പറയാം. ദാറ്റ് ഈസ് ടു എക്സ്പെൻസീവ്. വാട്ട് സൈസ് ഈസ്, സൈസ് ആണല്ലേ. അപ്പോൾ എന്തായാലും ഷൂസ് ആവാം ജാക്കറ്റ് ആവാം. സൈസ് ഈസ് ദോസ് ഷൂസ് അല്ലെങ്കിൽ ദിസ് ജാക്കറ്റ്സ് എന്ന് പറയാം. Can I take a look at that camera പറയാം, that bag പറയാം, those shoes ആവാം. I will take this അല്ലേ, this jacket. I will take this jacket. That എന്നുള്ളത് നമ്മൾ ചോദിക്കാനും this എന്നുള്ളത് നമ്മൾ എടുക്കാനും പറയുന്നതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ജാക്കറ്റ് എന്ന് പറഞ്ഞത് അങ്ങനെ പറയാൻ പറ്റില്ല. ഐ വിൽ ടേക്ക് ദിസ് ജാക്കറ്റ് എന്നേ പറ്റുള്ളൂ.
Okay, sorry for that. So you can write this. So that's it for our activities. Now you have one project work. So we don't have class, so you are not doing this project work. And there is my words. It's just a simple puzzles. നമ്മൾ പണ്ടൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ ആ ടേബിളിൽ നിന്ന് എന്ത് ചെയ്യുക, there are lots of things are there അല്ലേ. ഷൂസ് ഉണ്ട്, സിസേഴ്സ് ഉണ്ട്, നൈഫ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് സ്പെല്ലിങ് നോക്കിയിട്ട് കണ്ടെത്തിയിട്ട് റൗണ്ട് ചെയ്യാം. At last I can, it's very simple, you can write it. Okay, so that's it. Here we finished our this all subject. So I hope all have understood. If you have any doubt, you can ask. Okay, so study well and come to the exam.